നമുക്ക് എയിലോട്ട് ഇങ്ങനൊരു വാല്യൂ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം വെരിലോഗിൽ. എ ഈക്വൽ ടു, ഇതിപ്പോൾ ബൈനറി അല്ലേ, എത്ര ബിറ്റ് ബൈനറിയാണ്? 2 ബിറ്റ് ബൈനറി ഏതൊക്കെയാണ് ആ വാല്യൂ എന്ന് എഴുതി കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് വെരിലോഗിൽ. ഇപ്പോൾ നമുക്ക് ബിയിലോട്ട് 4 എന്ന് പറയുന്നൊരു ഡെസിമൽ സേവ് ചെയ്യണം. ഒരു ഡിജിറ്റ് ഡെസിമൽ 4. ഇതിൻ്റെ മീനിങ് എന്തോന്നറിയോ? ബിയിലേക്ക് 4 സേവ് ചെയ്യുക എന്നാണ്. പക്ഷേ വെരിലോഗിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നതേ ഉള്ളൂ. ഇനി അടുത്ത വെരിലോഗിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? മോഡ്യൂൾ നെയിം എൻഡ് മോഡ്യൂൾ എഴുതത്തില്ലേ? മോഡ്യൂൾ നെയിമിൻ്റെ കൂടെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ടെന്നും പറഞ്ഞിട്ട് പോർട്സിനെ ഡിഫൈൻ ചെയ്യും. എഫ് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്, XYZ ഇൻപുട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വയർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് ഇതിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കൂടെ വയറും എഴുതി. ഇനി അതുപോലെ തന്നെ സിഗ്നൽസിനെ വേറെ എങ്ങനെയൊക്കെ അകത്ത് ഡിക്ലെയർ ചെയ്യാം. വയർ ടൈപ്പ് ആണെങ്കിൽ വയർ എന്ന് എഴുതും, രജിസ്റ്റർ ആണെങ്കിൽ റെജ് എന്ന് എഴുതും. വയർ തന്നെ നമുക്ക് ഇതിന് നമ്മൾ എന്തുവെന്നാണ് പറഞ്ഞ ഒരു വെക്റ്ററാണ്. ഇത് വെറും ഒരു ബിറ്റല്ല, ഇതിൻ്റെ അകത്ത് 64 ബിറ്റുണ്ട്. പിന്നെ ഇൻറ്റീജറായിട്ട് സേവ് ചെയ്യാം. ഇതൊക്കെയാണ് സേവ് ചെയ്യുന്നതിന് ഫോമാറ്റ് കാണിച്ചത്. ഇനി വെരിലോഗ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വൽ ടു ഉണ്ടല്ലോ, ഈക്വൽ ടുവിൻ്റെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ്. ഇനി അടുത്ത ബിറ്റ് വൈസ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. നമ്മൾ ഈ കോംപ്ലിമെൻ്റ് എടുക്കാറില്ലേ, നോട്ട്, അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്: ആൻഡ്, ഓർ, എക്സോർ, എക്സ്നോർ. അത് ഈ ക്യാരറ്റ് സിമ്പിൾ എന്ന് അതിനെ പറയുന്നത്. ക്യാരറ്റിന് മുന്നേ ഇടാം, ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഇടാം. അപ്പോഴും അത് എക്സ്നോർ തന്നെയാവും. ഇത് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ് ഒക്കെയാണ്. ഇപ്പോൾ നോക്കിക്കേ, എ കോംപ്ലിമെൻ്റ് എന്ന് നമ്മൾ എങ്ങനെ വെരിലോഗിൽ എഴുതുന്നത്? ഇങ്ങനെ എഴുതുന്നത് നെഗേഷനെ എ ആൻഡ് ബി ആ. ഇത് എ ഓർ ബി ആ. ഓർ എന്ന് വെച്ചാൽ പ്ലസ് ആണ്, എ ആൻഡ് എന്ന് വെച്ചാൽ എ ഡോട്ട് ബി ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് എ എക്സോർ ബി ആണിത്, എ എക്സോർ ബി. ഇത് എ എന്ന് പറയുന്നൊരു അറയല്ല, എ എന്ന് പറയുന്നൊരു വെക്ടറുണ്ട്. അതിന് ഷിഫ്റ്റ് 3 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യണം ഇങ്ങോട്ട്. ഇത് വൈന് 2 ബിറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബൂളിയൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ എ ആൻഡ് ബി ഓപ്പറേഷൻ ചെയ്തു തരും. ഇതെന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയിട്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞുതരാം. നെഗേഷൻ ഇവിടെ നമ്മൾ ഇങ്ങനൊരു സിമ്പിൾ ഇടുന്ന ട്രൂ, രണ്ടും കൂടെ ആൻഡ് ചെയ്യുമ്പം ട്രൂ ആണോ, ആൻഡ്, അപ്പോൾ നമ്മൾ 2 ആൻഡാണ് കൊടുക്കുന്നത്. 2 ഓറിൻ്റെ സിമ്പിൾ കൊടുക്കും. എ ആൻഡ് ബി ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന കേസായത്. അതൊക്കെ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടീഷണൽ, ഇത് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നേരത്തെ ഇതാണ് ചെയ്യുന്നത്. ഇനി റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട്. ഈക്വൽ ടു ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നോട്ട് ഈക്വൽ ആണോ, ലെസ് ദാൻ ആണോ, ഈക്വൽ ടു ആണോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെയാണ്. അതായത് നമ്മളൊരു കാര്യം പറയുക, ഇഫ് എ ഈക്വൽ ടു 0 ഔട്ട്പുട്ട് 1 ആയിരിക്കണം. എ ഈക്വൽ ടു 0 അല്ലാത്ത കേസിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം എന്ന് നമ്മൾ ചെക്ക് ചെയ്യത്തില്ലേ. അപ്പം എ ഈക്വൽ ടു എന്ന് വെച്ചാൽ എക്ക് 0 അസൈൻ ചെയ്യുമല്ല, ആണോ എന്ന് ചെക്ക് ചെയ്യുക. എ എന്ന് പറയുന്നത് ഒരു ബിറ്റാണ്. അത് 0 ആണോ എന്നുള്ളതിൻ്റെയാണ് ക്വസ്റ്റ്യൻ. ആണെങ്കിൽ നമ്മൾ ഒരു ബിറ്റ് 1 എഫിന് അസൈൻ ചെയ്യണം. അല്ലെങ്കിൽ എന്നുള്ളതാണ് ഡബിൾ കോട്ട്. അല്ലെങ്കിൽ 0 എഫിന് അസൈൻ ചെയ്യണം. അതായത് ഈ കണ്ടീഷൻ. ആണെങ്കിൽ എഫിന് 1, അല്ലെങ്കിൽ എഫിന് 0. അപ്പം ട്രൂ ആകുന്ന കേസ് നമ്മൾ ഇവിടെ എഴുതുന്ന ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട്, ഫോൾസ് ആകുന്ന കേസ് ഇപ്പുറത്ത് എഴുതും. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മിക്കപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ മക്സിലൊക്കെയാണ്. ഓർമ്മയുണ്ടോ? സെലക്ട് ലൈൻ 0 ആണെങ്കിൽ എ സെലക്ട് ആകും, എ ഔട്ട്പുട്ട് വരും. സെലക്ട് ലൈൻ 1 ആണെങ്കിൽ ബി ഔട്ട്പുട്ട് വരും. നോക്കിക്കേ, സെലക്ട് ലൈൻ ഈക്വൽ ടു 0 ആണോ? 0 ആണെങ്കിൽ എ ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ബി ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതാണ് മക്സിൻ്റെ ഒരു ജസ്റ്റ് സ്മോൾ പ്രോബ്ലം. ഇനി നമുക്ക് SOP, ഇങ്ങനൊരു SOP ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇക്വേഷനായിട്ടും ചെയ്യാമല്ലോ. ഇക്വേഷനായിട്ടും ചെയ്യാം. ആ ഇക്വേഷൻ എഴുതിയേക്കുന്നതാണ് ഇവിടെ. ഇതൊരു കണ്ടീഷൻ ഓപ്പറേഷൻ വെച്ചിട്ട് എഴുതിയേക്കുക. അതായത് ഇതൊരു SOP അല്ലേ, അപ്പോൾ ഈ കണ്ടീഷനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ട്രൂത്ത് ടേബിളിൽ 1 അല്ലേ വരുന്നത്, 1 അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഇവിടെ 1 വരേണ്ട രീതിയിലല്ലേ എഴുതേണ്ടത്. അന്ന് ചെക്ക് ചെയ്തേ. നെഗേഷൻ, കോംപ്ലിമെൻറ്റ് ഇങ്ങനെ ഇടുന്നത് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴാണ്. കണ്ടീഷൻ ഓപ്പറേഷനിൽ നമ്മൾ ഇങ്ങനെ നെഗേഷൻ ഇടുന്നതെന്ന് പറഞ്ഞ്, നെഗേഷൻ C ആൻഡ് നെഗേഷൻ A ഓർ B. ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ 1 ആണെങ്കിൽ ഒരു ബിറ്റ് 1 ആക്കണം, അതായത് F 1 ആക്കണം. അല്ലെങ്കിൽ ആ ഒരു ബിറ്റ്, അതായത് F 0 ആക്കണം, അതായി എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രൂത്ത് ടേബിൾ എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എവിടേക്കാണ് 1 വരുന്നത്? 2 കേസിലും 1 വരണം. അപ്പം ഇതിനെ നമ്മൾ എന്തോ പറയുന്നത്, ഇത് 1 ആണ്, ഇത് 0 ആണ്, ഇത് 1 ആണ്. അപ്പം ഇതിനെ നമ്മൾ എന്തോ പറയുന്നത്, ഇത് 1 ആണ്, ഇത് 0 ആണ്, 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 ആണ്, ഇത്
എ ബാർ അല്ലേ, ബി ആണല്ലോ. ഇത് എ ബി ബാർ അല്ലേ, ആണല്ലോ. താഴത്തത് എ ബി അല്ലേ, മുകളിലത്തത് എ ബാർ ബി ബാർ അല്ലേ. ഞാൻ ഈ സംഭവമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 0 എ ബാർ ബി ബാർ, 0 1 എ ബാർ ബി, 1 0 എ ബി ബാർ, 1 1 എ ബി. അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്തോ വരുന്നത് 0 അല്ലേ. അപ്പോൾ ഈ കണ്ടീഷൻ ഇങ്ങോട്ട് എഴുതാം. എ ഈക്വൽ ടു 0 ആണോ, അതായത് എ 0 ആണോ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആൻഡ് അല്ലേ ഇവിടെ കിടക്കുന്നത്. ബി എന്തോ ആക്കണം, 0 ആക്കണം. ബി ഈക്വൽ ടു 0 ആണോ, അതായത് എയും ബിയും 0 ആണോ. 0 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തോ വരണ്ടേ, ഔട്ട്പുട്ടിൽ 0 വരണം. അതിനാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതണ്ട, എ 0യും ബി 1 ആണോ എന്നും അല്ലേ ചെക്ക് ചെയ്യേണ്ട. എ ഈക്വൽ ടു ഒരു ബിറ്റല്ലേ ഉള്ളൂ ചെക്ക് ചെയ്യാൻ, 0 ആണോ. അതിൻ്റെ കൂടെ തന്നെ ബി എന്തോ ആണോയെന്നും ചെക്ക് ചെയ്യണം. ബി 1 ആണോ, 1 എന്ന് ചുമ്മാ എഴുതല്ലോ, ഒരു ബിറ്റ് 1 എന്ന് എഴുതണം. ഇങ്ങനാണെങ്കിൽ എഫിലോട്ട് എന്തോ പോകേണ്ടത്, 1 അല്ലേ പോകേണ്ടത്, അതാണ് ഈ 1. ചുമ്മാ 1 എന്ന് എഴുതല്ലോ, 1 ബൈനറി 1 എന്ന് എഴുതണം. ഇനിയും കേസസ് ഉള്ളത് കൊണ്ടാണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന്. ഇനി അടുത്തതിൽ എന്തോ ചെക്ക് ചെയ്യേണ്ടത്, എ ഈക്വൽ ടു 1 അല്ലേ, 1. അതിൻ്റെ കൂടെ തന്നെ ബി ഈക്വൽ ടു എന്തുവാ 0 ആണോ, ഈ കണ്ടീഷൻ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വരണ്ടേ, 1 അല്ലേ വരണ്ടേ. ആണെങ്കിൽ ഒരു ബിറ്റ് 1, അതായത് ഔട്ട്പുട്ട് 1 ആക്കാം. ഇനി ഒരു കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്താൽ മതി, രണ്ടും 1 ആകുന്ന കേസ്. അതായത് എ ഈക്വൽ ടു 1 ആണോ, ബി ഈക്വൽ ടു 1 ആണോ, ആണെങ്കിൽ എന്തുവാ 0 ഇങ്ങനെ ഇടാം. അല്ലെങ്കിൽ ഇനി വേറെ ഒരു കേസും ഇല്ല, എൽസ് 1 ബാർ ബി 0 ഇടാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കേസ് അങ്ങ് എഴുതിയേ വേണ്ട. ഈ കേസ് ഇല്ലാതെ തന്നെ നമുക്ക് ഇനി വേറെ ഏത് കേസ് വന്നാലും 0 ഇടണമെന്ന് പറയാം. വേറെ ഒരു കേസേ ഉള്ളൂ, അത് വേറെ കാര്യം. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്.